മുനമ്പം വഖഫ് വിഷയം. ആ വിഷയത്തിൽ സ്കോർ ചെയ്ത് നിന്നതാണ് BJP. പക്ഷേ ഇപ്പൊ BJPക്ക് ഒരു തിരിച്ചടിയാവുന്ന വാർത്ത വരുന്നുണ്ട് മുനമ്പത്ത് നിന്ന് തന്നെ. കാരണം മുനമ്പം ഭൂസംരക്ഷണ സമിതി കൺവീനർ ആയിട്ടുള്ള ജോസഫ് ബെന്നി, അദ്ദേഹം കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു. അത് അവിടെ എന്തോ ഒരു ഗിമ്മിക്ക് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? അത് ഗിമ്മിക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഈ മുനമ്പം സമരത്തിന്റെ ഒരു വലിയ തിരിച്ചടിയാണത്. മുനമ്പം സമരത്തിൽ ആദ്യം അവരെന്താ ചെയ്തത്? UDFും LDFും ഒരേപോലെ വഖഫ് സംരക്ഷണ ഭേദഗതി ബില്ലിനെതിരായിട്ട് പ്രമേയം പാസാക്കി. അപ്പോൾ മുനമ്പത്തെ പ്രശ്നം എന്താ? 614 കുടുംബങ്ങൾ, ഏതാണ്ട് 10,000-ഓളം മനുഷ്യന്മാർ. അവർ പതിറ്റാണ്ടുകളായിട്ട് സ്വന്തമാക്കി വെച്ച് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, നികുതി അടച്ചുകൊണ്ടിരുന്നതാണ്. വഖഫ് ബോർഡ് 2022 ഇനി മുതൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ടതില്ല, ഈ ഭൂമി നിങ്ങളുടേതല്ല, ഞങ്ങളുടേത്, വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനെ സമീപിക്കുന്നു. ഗവൺമെന്റ് ഉത്തരവിറക്കുന്നു. അതുമുതലാണല്ലോ അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. അന്ന് മുതൽ അവർ സമരത്തിലാണ്. അപ്പോൾ ആ സമരത്തിൽ ആദ്യം വളരെ കൃത്യമായ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് BJP ആണ്. UDFും LDFും അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്, 2 കാരണമുണ്ട്. BJP അന്ന് പറഞ്ഞത് കേന്ദ്രത്തിലെ വഖഫ് സംരക്ഷണ ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തുകാർ രക്ഷപ്പെടും, അത് BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ഈ സമരക്കാരെയും മുനമ്പത്തുകാരെയും കൂടെ നിർത്തിയത്. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൽ 2 കൂട്ടരാണ് കാര്യമായിട്ട്. മുനമ്പത്തെ ഇരകൾ, മുനമ്പത്തെ ഈ വഖഫ് ബോർഡിന്റെ ഇരകൾ, വഖഫ് ബോർഡ് അന്യായമായി അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ജനങ്ങളുണ്ടല്ലോ, 10,000-ഓളം പേര്. അവരിൽ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്, ലത്തീൻ കത്തോലിക്കരാണ്. വേറൊന്ന് പിന്നെ ഉള്ളത് ഈ ധീവര ഹിന്ദുക്കളാണ്, മത്സ്യത്തൊഴിലാളികളായ ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ 2 കൂട്ടരാണ്. മുസ്ലിങ്ങൾ ഏതോ 5-8 കുടുംബങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവരാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടും ധീവര ഹിന്ദു വോട്ടും, ക്രിസ്ത്യൻ വോട്ടാണ് കാര്യമായിട്ട്. അപ്പോൾ ക്രിസ്തീയ സഭകളൊക്കെ തന്നെ അന്ന് ഈ സമരത്തിന്റെ കൂടെ നിന്നു. ക്രിസ്തീയ സഭകൾ കൂടെ നിന്നപ്പോൾ അവരുടെ കൂടെ BJP നിന്നു. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP മാത്രമേ നിന്നുള്ളൂ. പിന്നീട് സമരത്തിനെയൊക്കെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പോയി അഭിവാദ്യം ചെയ്തെങ്കിൽ പോലും, രാഷ്ട്രീയമില്ലാത്ത സമരമായിരുന്നെങ്കിൽ പോലും BJP മൊത്തമായി ഒരു ക്രിസ്ത്യൻ പിന്തുണ ലഭ്യമാക്കാൻ ഇടയായ ഏറ്റവും നിർണായകമായ ചാപ്റ്ററാണ് മുനമ്പം. പക്ഷെ സംഭവിച്ചത് പിന്നീട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒന്നാമത്തെ കാര്യം, കേരള ഗവൺമെന്റിന് കാര്യമായി ഒന്നും അതിൽ ഇടപെടാനേ പറ്റിയില്ല. വഖഫ് ബോർഡിനെ പേടിച്ച്, വഖഫ് ബോർഡിന്റെ പിറകിലുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് ഇടപെടലേ നടത്തിയില്ല, കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്രിസ്ത്യൻ MP-മാർ ഉൾപ്പെടെയുള്ളവർ ബ്ലോക്കായിട്ട് ഇടതുപക്ഷവും UDFും LDFും ചേർന്നിട്ട് കേന്ദ്രത്തിനെതിരായി പ്രമേയം പാസാക്കി. അപ്പോഴൊക്കെയുള്ള ഇവരുടെ ഒരു ധാരണ, അപ്പോഴുണ്ടായിരുന്ന ഒരു ധാരണ എന്താണ്? ഈ കേന്ദ്രത്തിലെ വഖഫ് ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പക്കാർ രക്ഷപ്പെടുന്നതാണ്. പക്ഷെ BJPയുടെ പരാജയം ആരംഭിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ, മുനമ്പത്തുകാർ എങ്ങനെ രക്ഷപ്പെടും? വഖഫ് ഭേദഗതി ബില്ലിൽ മുനമ്പത്തെ രക്ഷപ്പെടുത്താനുള്ള ക്ലോസ് എന്താണ് ഉള്ളത്? അത് പലരും പരസ്യമായിട്ട് ചോദിച്ചു. അവർക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒറിജിനൽ ഡ്രാഫ്റ്റിൽ മുനമ്പത്തിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കിരൺ റിജിജു ആണല്ലോ അത് അവതരിപ്പിക്കുന്നത്. അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് മുനമ്പത്തെ രക്ഷപ്പെടുത്താനുള്ള സ്പെഷ്യൽ ക്ലോസുകളൊന്നും ഉൾപ്പെടുത്താനുള്ള ഇടപെടലൊന്നും കേരളത്തിലെ BJP നടത്തിയതുമില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ബില്ല് നമ്മുടെ JPCക്ക് വിട്ടു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പലയിടത്തും യോഗം ചേർന്നു. യോഗം പലയിടത്തും അലസിപ്പോയി, അടിയും പിടിയും ബഹളവുമായിട്ട് നടന്നു. പക്ഷേ അതിനിടയിൽ വളരെ സ്വകാര്യമായിട്ട് മഹാരാഷ്ട്രയിലെ ഒരു മുസ്ലിം ഗ്രൂപ്പ്, ഷിയ മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഇസ്മായിലി മുസ്ലിങ്ങൾ എന്ന് പറയും, ആ ഗ്രൂപ്പ് ഗവൺമെന്റിന്, അവർ അപാരമായ സാമ്പത്തിക ശേഷിയുള്ളവരാണ്, അമേരിക്കയിലും ലോകത്ത് മുഴുവൻ ബിസിനസ് ഉള്ളവരാണ്, വലിയ ട്രേഡ് കമ്മ്യൂണിറ്റിയാണ്. അവർ ചെന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ, ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ സമീപിച്ചു, JPC സമീപിച്ചിട്ട് പറഞ്ഞു, ഇതിലൊരു ക്ലോസ് വേണം. എന്താണ്? ഈ വഖഫ് പ്രോപ്പർട്ടി ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ സൊസൈറ്റിയുടെയോ കയ്യിലാണെങ്കിൽ, വ്യക്തികളുടെ കയ്യിലല്ല, അങ്ങനെയാണെങ്കിൽ അത് വഖഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം.
അപ്പോൾ ഇവർ പറഞ്ഞാൽ ആരും കേൾക്കും. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും കേൾക്കും. കാരണം അത്രയേറെ സ്വാധീനം, എല്ലാവർക്കും ഫണ്ട് കൊടുക്കുന്ന വലിയ കോടീശ്വരന്മാരാണ്. അപ്പോൾ അവരുടെ നിർബന്ധത്തിലാണ്, അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു ക്ലോസ് വന്നത്. എന്ത്? ഈ ക്ലോസ് വന്നു 2A എന്ന് പറഞ്ഞിട്ട് പുതിയ വഖഫ് ഭേദഗതി ബില്ല് JPC പാസ്സാക്കിയിട്ട് JPCയുടെ ഭേദഗതിയോടുകൂടി നടപ്പാക്കിയപ്പോൾ ആ ഒറിജിനൽ ഡ്രാഫ്റ്റിൽ ഇല്ലാത്തൊരു ഭേദഗതിയാണ് 2A. 2A ക്ലോസിൽ ഇത് വന്നു. എന്താണ്? ഏതെങ്കിലും വഖഫ് സ്വത്ത് ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ആണെങ്കിൽ അതിന് വഖഫ് ഭേദഗതി വഖഫിന്റെ പ്രോപ്പർട്ടിയെ അല്ല, അത് വഖഫ് ബോർഡിന് അതിന്റെ മേൽ ക്ലെയിം ഇല്ല എന്ന് വന്നു. ഇത് കണ്ടെത്തി. ഇനി BJPയുടെ രണ്ടാമത്തെ പരാജയം എവിടെയെന്നറിയോ? എന്നാൽ ഇത് സമയത്തിന് കണ്ടെത്തിയിട്ട് ജനങ്ങളോട് പറയണ്ടേ, ഇങ്ങനെ ഒരു ഭേദഗതി നേരത്തെ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞങ്ങൾ താല്പര്യമെടുത്ത് ഇങ്ങനെ ഒരു ക്ലോസ് ഞങ്ങൾ വരുത്തിയിരിക്കുന്നു, അത് മുനമ്പത്തിന്റെ രക്ഷയ്ക്കാന്ന് പറഞ്ഞില്ലേ? അതും പറഞ്ഞില്ല. ഇത് കണ്ടെത്തിയ രണ്ടുപേരുണ്ട് ഇവിടെ. ഒരു ഫാദർ ജോഷി മയ്യാറ്റിൽ എന്ന് പറയുന്ന ഒരാൾ ആലുവയിലുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ ഇവിടെ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വരാറുണ്ടല്ലോ, സ്റ്റാലിൻ ദേവൻ. അദ്ദേഹം വക്കീലല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഭയങ്കര എക്സ്പേർട്ടാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി സെക്രട്ടറി എന്തുവാണ്. ഇവർ രണ്ടുപേരും ഇത് കണ്ടെത്തി. അദ്ദേഹം അത് ലോകത്തോട് പറഞ്ഞു, ഇതാ മഹാഭാഗ്യം കൊണ്ട് മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാനുള്ള ക്ലോസ് ഇതിലുണ്ട്, ഇതേ ഉള്ളൂ, വേറൊരു വഴിയുമില്ല. അപ്പൊ എന്തായി? 2-3 കാര്യം. അപ്പോഴും ഇത് അംഗീകരിച്ചില്ല ഇവര്. ഈ ക്ലോസ് വെച്ചുകൊണ്ട് വേണം ഇനി കോടതിയിലും ട്രിബ്യൂണലിലും പോകാൻ എന്ന് അവർ പറഞ്ഞു. അതും അംഗീകരിച്ചില്ല. അപ്പൊ ചെയ്യുമായിരുന്നൊരു കാര്യം എന്താ? അയ്യോ, ഞങ്ങൾ കാണാതെ പോയ ഒരു കാര്യം സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷി മയ്യാറ്റിലും കണ്ടെത്തിയല്ലോ, അവരെ അംഗീകരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അതുവരെ ഇവര് കണ്ടെത്താത്തത്, BJP നേതൃത്വത്തിന് കാണാൻ പറ്റാത്തത് ഇവർ കണ്ടെത്തിയത് കൊണ്ട് അതിനും കാര്യമായ അംഗീകാരം കൊടുത്തില്ല, സ്വീകരിച്ചില്ല. ചുരുക്കത്തിൽ എന്തായി എന്നറിയോ? സഭകൾ പതുക്കെ തിരിച്ചറിഞ്ഞു, ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു. ഇവർ ഞങ്ങളെ സമരപ്പന്തലിൽ വന്നിട്ട് കൈയടിച്ചതല്ലാതെ, ഞങ്ങൾക്ക് പിന്തുണ തന്നതല്ലാതെ ഈ ബില്ലിൽ കാര്യമായി മുനമ്പത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഭാഗ്യവശാൽ അത് മഹാരാഷ്ട്രയിലെ ഷിയ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ആ ഭേദഗതി കൊണ്ട് ഇവർ രക്ഷപ്പെടുമായിരുന്നു, അതും ഇവരെ ഏറ്റെടുത്തില്ല എന്ന ഒരു ധാരണ. അതാണ് ഈ മുനമ്പം രാഷ്ട്രീയത്തിന്റെ തിരിച്ചുപോക്ക്. അല്ലെങ്കിൽ മുനമ്പം സമരസമിതിയുടെ കൺവീനർ, ഇത്രയേറെ കേന്ദ്രമന്ത്രി വരെ നേരിട്ട് ആ സമരപ്പന്തലിൽ വന്നാണ്, ഓർമ്മയില്ല, കിരൺ റിജിജു വരെ വന്നതാണ്. BJP കയ്യും മെയ്യും മറന്ന് ആ സമരത്തെ പിന്തുണച്ചതാണ്. പക്ഷേ ആ സമരസമിതിയുടെ കൺവീനർ ഇപ്പോ തിരിഞ്ഞ്, അതും ക്രിസ്ത്യാനിയാണ്, ആ സമരസമിതിയുടെ മുഴുവൻ പിന്തുണയുള്ള ഒരാളാണ്. അദ്ദേഹം നേരിട്ട് മറുവശത്ത് പോയിട്ട് കോൺഗ്രസ് ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ, ഈ സമരസമിതിക്ക് ഒരു അഭിപ്രായവും ഇല്ലാതിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞാൽ അതൊരു ടേണാണ്, അതൊരു സൂചനയാണ്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുനമ്പം സമരത്തെ മുൻനിർത്തി BJPയെ പിന്തുണക്കുമെന്ന നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു ധാരണയുണ്ടല്ലോ, ആ ധാരണയാണ് പൊളിയുന്നത്. യഥാർത്ഥത്തിൽ ആ പൊളിയുന്നത് അവിടുത്തെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമായ നിലപാടല്ല. ജോർജ് പൂന്തോട്ടത്തിൽ, എന്താണ് അവരുടെ വക്കീലുണ്ടല്ലോ, ജോർജ് പൂന്തോട്ടത്തിലാണ് കേസിന് ഹൈക്കോടതിയിൽ ഹാജരായതും അദ്ദേഹം അനുകൂലമായ വിധി സമ്പാദിച്ചതും. പിന്നെ ഈ സ്പെഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞതും ഒക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി നീ കോൺഗ്രസിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടതെന്ന് പറയുന്നത്. അദ്ദേഹം നോമിനേറ്റ് ചെയ്തത്, അദ്ദേഹം നിർദ്ദേശിച്ചതാണ്, നീ മത്സരിക്കോ കോൺഗ്രസിന് വേണ്ടി, വിശ്വസിക്കാൻ നിനക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കകത്ത്, ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് വളരെ എഫക്റ്റീവായി ഫലപ്രദമായിട്ട് സ്വാധീനിക്കാൻ BJPക്ക് പറ്റിയിരുന്നൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ കളഞ്ഞു കുളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഇഷ്യൂ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ പാഠം യഥാർത്ഥത്തിൽ ഇപ്പോൾ മുനമ്പത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായാലും നമുക്കൊരു ഇഷ്യൂ ഇല്ല. അത് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. തീർച്ചയായിട്ടും ഒരു വാർഡ് ജയിക്കാൻ മുനമ്പം സമരസമിതിയുടെ പിന്തുണ മതിയാകും. അത് ഇപ്പോൾ നേരത്തെ CPMന് കിട്ടിയതാണ്, ഇപ്പോൾ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നു. ഇനി അവിടെ മത്സരിക്കാൻ BJPക്കാരുണ്ടെങ്കിൽ ത്രികോണ മത്സരം നടക്കും. ആര് ജയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. സത്യത്തിൽ ഇത് കേരളത്തിലെ BJP കാണിച്ച ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. അവരുടെ കയ്യിൽ കിട്ടിയ, ജയിച്ചു കഴിഞ്ഞ ഒരു അജണ്ട അവർ കൈയൊഴിയാൻ ചെയ്തത്. സത്യത്തിൽ അത് ഒരു സൂക്ഷ്മതക്കുറവും കാര്യക്ഷമതയില്ലായ്മയൊക്കെ BJP കാണിച്ചു. ഞാൻ പലരും BJP നേതാക്കളോട് ഞങ്ങളൊക്കെ നേരിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇത് ഉയർത്തിപ്പിടിക്കേണ്ടത് ഇങ്ങനെയല്ല. നിങ്ങൾ മുനമ്പത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വേണം പറയാൻ. ബില്ല് കൊണ്ടുവന്നത് നോർത്ത് ഇന്ത്യയിലെയും തമിഴ്നാട്ടിലെയും ഇപ്പോൾ ക്ഷേത്രഭൂമി വക്കഫാണെന്ന് പറയുക, സർക്കാർ ഭൂമി വക്കഫാണെന്ന് പറയുക.
അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തലത്തിലുള്ള കുറേ അജണ്ട വെച്ചിട്ടാണ് വഖഫ് ഭേദഗതി ബില്ല് വന്നത്. കേരളത്തിൽ വഖഫ് ഭേദഗതി ബില്ല് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്, മുസ്ലിങ്ങൾക്ക് പലയിടത്തും കയ്യേറിപ്പോയിട്ടുണ്ട്, അത് ആവശ്യമുണ്ട്. മുസ്ലിങ്ങൾക്ക് പുറത്ത് അത് ആവശ്യമുള്ളത് മുനമ്പത്തുകാർക്കാണ്. അവർക്ക് വേണ്ടി ഒരു വരി പോലും ആ ഡ്രാഫ്റ്റിൽ വന്നില്ല. ബോംബെക്കാർ, മഹാരാഷ്ട്രക്കാർ മുൻകൈ എടുത്ത്, നമ്മൾ തന്നെ വീഡിയോ സ്റ്റാലിൻ ദേവൻ സാറിനെ വെച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുനമ്പത്തിന്റെ രക്ഷ വന്നത് മഹാരാഷ്ട്ര വഴിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലും സത്യസന്ധമായി പറയാനും ഏറ്റെടുക്കാനും ഇനിയെങ്കിലും ഞങ്ങളത് വിജയിപ്പിച്ചിട്ട് മുനമ്പത്തുകാരെ രക്ഷപ്പെടുത്തുമെന്ന് പറയാനോ സാധിച്ചില്ല. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ BJP വളരെ കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു സമരം ആശയപരമായി ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ട്, പാർലമെന്ററി രംഗത്ത് ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ട്, ബാക്കി സമരരംഗത്ത് സാമൂഹികമായിട്ടൊക്കെ ചെയ്യേണ്ടത് ചെയ്തു, രാഷ്ട്രീയമായി നല്ല ക്യാമ്പയിൻ നടത്തി. പക്ഷേ വർത്തമാനം പോരല്ലോ. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് നിയമപരമായി ചെയ്യേണ്ടത്, കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ അർത്ഥത്തിൽ BJP ഇപ്പോൾ സമരസമിതി കൺവീനർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ BJP മുനമ്പത്ത് പരാജയപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ ആര് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല. BJP അതിൻ്റെ ചരിത്രത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം, ചരിത്രപരമായ അവസരം മഹാവിഡിത്തം കൊണ്ട് കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ സമയത്ത് പറയാം. റിസൾട്ട് എന്താണെന്ന് ബാക്കി ഇനിയിപ്പോൾ BJPയുടെയും സഭയുടെയൊക്കെ പ്രതികരണങ്ങൾ വരട്ടെ. ഇതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ഫസ്റ്റ് ന്യൂസ് ആണെന്ന് നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കണ്ടത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത വെച്ചിട്ടാണ് നമ്മളിത് പ്രേക്ഷകരോട് പറയുന്നത്. ബാക്കി പ്രതികരണങ്ങളൊക്കെ വരട്ടെ, ഇനിയും നമുക്ക് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.